بسم الله الرحمن الرحيم. تنزيل الكتاب من الله العزيز الحكيم. إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين. ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون. إن الله لا يهدي من هو كاذب كفار. لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار. خلق السماوات والأرض بالحق يكور الليل على النهار ويكور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون.
اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا فأنزلا سكينة علينا وثبت الأقدام إلاقنا إن اللولا قد بهوا علينا وإن أرادوا فتنة بينا. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരെ, വളരെ കൃത്യത്തിന് ഈ സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ പ്രഭാഷണത്തെ ശ്രദ്ധിക്കുവാൻ, വേണ്ടി വന്നാൽ വിമർശന വിധേയമാക്കാൻ ഒക്കെ ആഗ്രഹിച്ചും വിചാരിച്ചും വന്നു ചേർന്നിട്ടുള്ള ബഹുമാന്യരും സഹൃദയരുമായിട്ടുള്ള സുഹൃത്തുക്കളെ, വളരെ ശ്രദ്ധേയമായ ഒരു വിഷയത്തിലെ തികച്ചും ഉപദേശത്തിൽ അധിഷ്ഠിതവും എന്നാൽ ചിന്തോദ്ദീപകവും ശക്തമായ ഇസ്ലാമിക പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ അവതരിപ്പിക്കപ്പെടേണ്ടതുമായ ഒരു വിഷയം. ഈ ഭൂമുഖത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. ആരാധനക്കർഹൻ അള്ളാഹു മാത്രം, അതാണ് നമ്മുടെ വിഷയം. ഒന്നുകൂടെ കേട്ടു നോക്കിയേ എല്ലാവരും, യുവാക്കളെ. ലോകത്തെ യഥാർത്ഥത്തിൽ ഇത് ആർക്കെതിരുമല്ല. സ്ഥാപിത മതത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും അടിസ്ഥാന സിദ്ധാന്തങ്ങൾക്ക് കത്തിവെക്കുന്നതുമാണ് ഈ വിഷയം എന്നതിന് സംശയമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയം, ആർക്കും ചിന്തിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന നല്ല ഒരു വിഷയം, ലളിതവും സുഗ്രാഹ്യവും വ്യക്തവും സുവ്യക്തതകളുടെ നിഴലിൽ ഇതാ ഇവിടെ സംസാരിക്കുന്നത്. അടിസ്ഥാനപരമായി എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള കാര്യം, ശ്രദ്ധിച്ച് കേട്ടു നോക്കി, ശ്രദ്ധിച്ച് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് ന്യായാന്യായങ്ങളും വിലയിരുത്തുന്നത് നല്ലൊരു മനുഷ്യന്റെ പ്രത്യേകതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് പറയാണ്, നബിയെ സന്തോഷവാർത്ത അറിയിക്കുക പ്രവാചക. എന്താണ് സന്തോഷവാർത്ത അറിയിക്കാൻ? വബശ്ശിർ ഇബാദ്, എന്റെ അടിമകൾക്ക് സന്തോഷവാർത്ത അറിയിക്കും നബിയെ. അല്ലദീന, എങ്ങനെയുള്ള ആളുകളാണവർ? യസ്തമിഊനൽ ഖൗല, വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകളാണവർ. ഫയസ്തബിഊന അഹ്സനഹു, എന്നിട്ട് ആ കേട്ടതിൽ നിന്ന്, കണ്ടോ, കേൾക്കൂലെന്നല്ല, ബഹളമുണ്ടാക്കുന്നല്ല, കൂക്കു വിളിക്കുന്നല്ല, കല്ലെറിയുമെന്നല്ല, കേൾക്കാതെ വെറുതെ വർത്തമാനം പറയുമെന്നല്ല, പിന്നെയോ വബശ്ശിർ ഇബാദ്, എന്റെ അടിമകളിൽ ഒരു വിഭാഗം ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കൂ നബിയെ. എന്താണ് അവരുടെ പ്രത്യേകത? അല്ലാഹു പറയാൻ, അല്ലദീന, അവരൊരു കൂട്ടരാണ്. യസ്തമിഊനൽ ഖൗല, വാക്കുകളെ, പ്രസംഗങ്ങളെ, ഉപദേശങ്ങളെ, നിർദ്ദേശങ്ങളെ, സംസാരങ്ങളെ അവർ ശ്രദ്ധിച്ച് കേൾക്കും. നോക്കണേ, അല്ല പറഞ്ഞത് ഇതാണ്. അല്ല പറഞ്ഞത് കേൾക്കുന്നവനാണ് ആര്? അള്ളാന്റെ ശരിക്കുള്ള അടിമ, അല്ലേ? ഇങ്ങനെയല്ലേ? അല്ല പറയാണെന്ത്? കേൾക്കിൻ. എന്നിട്ട് അല്ല പറഞ്ഞോ, കേട്ടതൊക്കെ വിഴുങ്ങിക്കോളൂ, കേട്ടതൊക്കെ വിശ്വസിച്ചോളൂ എന്നല്ല പറഞ്ഞോ? ഇല്ല. അല്ല പറയുന്ന അടുത്ത വാചകം കേട്ടോളൂ, അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു, എന്നിട്ട് ആ കേട്ടതിൽ ഏറ്റവും നല്ലത് മീൻ ഖുർആനും സുന്നത്തും തെളിവുദ്ധരിച്ചിട്ടുള്ള ഒരു പ്രസംഗം കേൾക്കുകയും അതിലേറ്റവും പ്രമാണയോഗ്യമായത് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. എന്നിട്ടോ ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അല്ലാഹ് അവർക്കാണ് ഹിദായത്ത് കൊടുക്കുക. ആർക്ക്? കൂക്കി ബഹളുണ്ടാക്കി തോൽപ്പിച്ച് കല്ലെറിഞ്ഞ് ശബ്ദിച്ച് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നവർക്ക് അല്ല. പിന്നെയോ
മുജാഹിദുകളാണ്, സംഗതിയൊക്കെ ശരിയാണ്, ഒരു പിഴച്ചോലിന്നാണ് നമ്മുടെ ഉസ്താദുമാര് പറയുന്നത്. ആയിക്കോട്ടെ, അവർ പിഴച്ചതാണെന്ന് അറിയാനെങ്കിലും അവരെ പിഴച്ച പ്രസംഗം ഒന്ന് കേൾക്കണമല്ലോ, അല്ലേ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും വേണ്ടേ? ഏത് ഉസ്താദുമാർ അവർ പിഴച്ചവരാണെന്ന് പറയുമ്പോ അവർ പിഴച്ചവരാണോ എന്ന് അറിയാനെങ്കിലും അവരുടെ വാദം എന്താന്ന് കേൾക്കണ്ടേ? വേണ്ടേ? യഥാർത്ഥത്തിൽ സത്യത്തിലുള്ള ആളുകൾ പറയുന്ന എടാ ഏറ്റവും പിഴച്ച നീ എന്റെ വാദം ഒന്ന് കേട്ടുനോക്കിയേ എന്ന് പറയടാ, ഒന്ന് പറയും, അങ്ങനെയല്ലേ പറയാ? ഇവിടെ പറയുന്നത് കേൾക്കന്നെ ചെയ്യരുതില്ല. അപ്പൊ ഉറപ്പായി കേട്ടാൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഉസ്താദിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. മുജാഹിദുകൾ ഒരു സ്ഥലത്തും കേൾക്കല്ലേ, പോകല്ലേ, ആകല്ലേ എന്ന് പറയില്ല. കാരണം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. മനുഷ്യർ ബുദ്ധിയുള്ളവര് രണ്ടാള് സംസാരിക്കുന്ന കേട്ടാൽ ഏതാ ന്യായെന്ന് അത്യാവശ്യം ഉള്ള ബുദ്ധി കൊടുത്ത എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലായി. ഇവിടെ ഒന്ന് നോക്കിയേ, ഉലായിക്കല്ലദീന ഹദാഹുമുല്ലാഹ്, അല്ലാഹ് ഹിദായത്ത് കൊടുക്കുകയായിരിക്കാ. കേട്ടിട്ട് കൂക്കി ബഹളുണ്ടാക്കി തല്ലുകൂടി കശപിശയായി സ്റ്റേജൊക്കെ കയറി ഇനിയൊന്നും വേണ്ട ഒക്കെ വലിച്ചെറിഞ്ഞോ എന്ന് പറഞ്ഞാ ഹിദായത്ത് വരുന്ന അല്ല. പിന്നെയോ എവിടെങ്കിലും ഒന്ന് ഇരിക്ക്, എന്നിട്ടൊന്ന് കേട്ട് നോക്ക്, എന്നിട്ട് ഏറ്റവും നല്ലത് പിൻപറ്റിക്കൊന്ന നിനക്ക് ഞാൻ ഹിദായത്ത് തരും. അപ്പൊ അല്ലാഹ് ഹിദായത്ത് തരണമെങ്കിൽ ആർക്കേ തരുള്ളൂ? ശ്രദ്ധിച്ചു കേട്ടോൾക്ക്, ശ്രദ്ധിച്ചു കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് തീർന്നില്ല. ഉലായിക്കഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ളവർ. ആരാണ് ബുദ്ധിയുള്ളവർ? നിങ്ങൾ ആലോചിച്ച് നോക്കും. ഞങ്ങളൊന്നൊരു സംവാദത്തിന്റെ കരാർ എഴുതിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. സുഹൃത്തുക്കളെ, സക്കാഫിമാരായിരുന്നു മറുഭാഗത്തുണ്ടായിരുന്നു. അവര് 2 മിനിറ്റ് സംസാരിക്കും. അപ്പൊ ഞങ്ങളൊക്കെ മൗനത്തോടു കൂടി കേൾക്കും. ഞങ്ങൾ 2 മിനിറ്റ് എണീക്കുമ്പോഴേക്കും മമ്പാടുള്ള സക്കാഫി എഴുന്നേറ്റൊന്ന് പാടണ്ടാവും, മുഹമ്മദ് രാമന്തരി എഴുന്നേറ്റൊന്ന് പാടണ്ടാവും. ഞാനൊന്ന് വായിച്ചോട്ടെ. എന്റെ സമയം ഉണ്ടാതിരിക്കുക. തറാവി മുഴുവൻ കേൾക്ക് ചങ്ങാതി. ആദ്യം സലഫി ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങള് ഇവിടെ നേരത്തെ ബാലുശ്ശേരി പറഞ്ഞ വാദമായിട്ടാണ് വന്നത്. ആലോചിച്ച് നോക്കിയേ, അവര് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കുന്നു. നമ്മൾ സംസാരിക്കുന്നവര് ബഹളം വെക്കുന്നു, കൂക്കുന്നു, അടിയുണ്ടാക്കുന്നു, പിടിക്കുന്നു, വലിക്കുന്നു. ഇത് ഖുർആനെതിരെ മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഞാൻ ഈ ഓതിയ വചനം, ഈ 2 വചനങ്ങൾ 39-ാം അധ്യായം സൂറത്തുൽ സുമർ 17-18 വാചകങ്ങളാണ്. ഇത് വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും മുജാഹിദുകൾക്ക് പറയാനുള്ള കേട്ടാലല്ലേ അതിൽ എന്ന പിഴവുണ്ട്. 2 വാചകം അവർ പറഞ്ഞല്ലോ, ആ 2 വാചകത്തിൽ പിഴവുണ്ട് എന്ന് പറയണമെങ്കിൽ ആ പിഴച്ച വാദം കേൾക്കണ്ടേ? അത് കേൾക്കാൻ തന്നെ സന്നദ്ധമല്ലെങ്കിൽ എങ്ങനെ ശരിയും തെറ്റും മനസ്സിലാവും? അല്ലേ? വ്യക്തം, നിങ്ങൾക്ക് വ്യക്തം, നാടൻ ഭാഷ ആർക്കും തിരിയും. ഇനി ഇതിലൊരു ക്ലിയറൻസ് ആവശ്യമുണ്ടോ? പറഞ്ഞതിൽ ഇല്ല. അത്ര വ്യക്തമാണ് മുജാഹിദ് പ്രസ്ഥാനം. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, കേൾക്കണം. എങ്ങനെ കേൾക്കണോ? ഒരു വാചകം മാത്രം ഇങ്ങനെ അടർത്തിയെടുത്തിട്ട് ക്ലിപ്പിങ്ങിലാ കേൾക്കേണ്ടത് അല്ല. കഴുത്ത് ഞെരിച്ചു കൊല്ലുമെന്ന് പറഞ്ഞത്രേ. ആരെ? സുന്നിക്കുട്ടികളെ. ആര്? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു വാചകം പറഞ്ഞില്ലേ? പിഞ്ചു പൈതലിനെ കഴുത്ത് ജനിച്ചു കൊല്ലണമെന്ന് മുജാഹിദ് പറയുന്നു. ഏതാണിത് മതം? കേട്ടോളൂ നിങ്ങൾ. അയാൾ പറയട്ടെ. ഒരു മുസ്ലിം, ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്ത് ധരിച്ച് കൊന്നുകളയുക അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഇവർ നബി അലൈഹിസ്സലാം കഴുത്ത് പുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്ത് ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കണ്ടോ സഹോദരന്മാരെ, ചെറിയ പിഞ്ചു പൈതങ്ങൾ, ആ പിഞ്ചു പൈതങ്ങളെ കഴുത്ത് ജനിച്ച് കൊല്ലണമെന്ന് പറയുന്ന ഈ ഭീകരവാദി ഇയാളുടെ മതം ഏതാണെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു ആശയം തന്നെയില്ല. പിന്നെ എന്താണ് പ്രശ്നം? കട്ട് ചെയ്ത് കളിപ്പിക്കുക, കള്ളത്തരം കളിപ്പിക്കുക, അല്ലേ? മുടായനിക്കോട് വണ്ടൂരെടുത്ത. എന്റെ ചോദ്യം, മുജാഹിദ് മൗലവി ബാലുശ്ശേരിയുടെ പ്രഭാഷണത്തിൽ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന മദ്രസ വിദ്യാർത്ഥികളെ കഴുത്ത് ഞെക്കിക്കൊല്ലണമെന്ന് അദ്ദേഹം പ്രസംഗിച്ചത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേജിലുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുള്ള ഭാഗമാണ്. ആ കഴുത്ത് ഞെക്കിക്കൊല്ലണം, പ്രത്യേകിച്ചും ഈ മദ്രസകളെ കുറിച്ച് മറുവിഭാഗങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഒരു മാപ്പിള തറവാട്ടിൽ പിറന്ന ഒരു മനുഷ്യൻ ഈ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന മദ്രസയിലെ വിദ്യാർത്ഥിയെ ചോദ്യം നെക്കിക്കൊല്ലണം എന്ന് പറഞ്ഞത് ഭീകരവാദമല്ലേ? അത്തരം ഭീകരവാദികൾക്ക് എങ്ങനെ ഭീകരവാദത്തിനെതിരെ ഒരു സംവാദം നടത്താൻ സാധിക്കും? ശരി,
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മുടെ പല സംവാദ വേദികളിലും പ്രത്യക്ഷപ്പെടാറുള്ള ഒരു മാന്യ സഹോദരനാണ് ഇവിടെ ഇപ്പോൾ വന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എം അക്ബർ സാഹിബിന്റെ പെരിന്തൽമണ്ണ സംവാദത്തിലും വൈകാരികമായി ചോദ്യം ചോദിച്ചിട്ടുള്ള ആളാണ് ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫضل. എന്നെക്കുറിച്ചും അദ്ദേഹത്തിന് മാത്രമല്ല അല്ലാത്ത ചില ആളുകൾക്കും ചില സംശയങ്ങളുണ്ടാവും. സമാപന പ്രസംഗം നടത്തേണ്ട ആളാണ് ഞാൻ. പക്ഷെ ഞാനുമായി ബന്ധപ്പെട്ട ഒരു വലിയ തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്ന പുരോഹിതന്മാരുടെ തന്ത്രത്തിൽ അകപ്പെട്ടുപോയ ചില ആളുകൾ, അതിന്റെ പശ്ചാത്തലം അറിയാത്ത മുജാഹിദുകളും ഉണ്ടാവും ഈ കൂട്ടത്തിൽ. സുന്നി മദ്രസ് പഠിക്കുന്ന കുട്ടികളെ കഴുത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തീവ്രവാദമാണുള്ളത്, വല്ലാത്തൊരു ഭീകരവാദമാണല്ലോ. ഭീകരവാദത്തിനെതിരെ ജീവാർപ്പണം ചെയ്ത ഒരു പ്രസ്ഥാനത്തിന്റെ മെമ്പർ സുന്നി മദ്രസ് പഠിക്കുന്ന കുട്ടികളുടെ കഴുത്തും മുരുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം മുരുണ്ടേണ്ട ആള് ഞാനാണല്ലോ. എത്രയോ സുന്നി കുട്ടികളെ കഴുത്തും മുരുണ്ടയുമാണല്ലോ. അപ്പം ഞാൻ ജയിലിൽ പോകേണ്ട ആളുമാണ്. അങ്ങനെ ഒരു വാചകം ഒരു പ്രസംഗത്തിൽ ഒരാൾ പറയൂ. ഒന്നാമതായി നമ്മൾ ചിന്തിക്കുക, എന്താണ് അവിടെ സംഭവം? ആ സംഭവത്തിന്റെ അപ്പുറവും ഇപ്പുറവും കേൾക്കാൻ സന്നദ്ധത കാണിച്ച ഒരു പ്രശ്നമില്ല. പിന്നെ 2.5 മണിക്കൂർ 3 മണിക്കൂർ നടക്കുന്ന ഒരു പ്രസംഗത്തിലെ ഒരു സെക്കൻഡിലെ വാചകം അതെങ്ങനെയും തെറ്റിദ്ധരിപ്പിക്കാലായിരിക്കും. 2.5 മണിക്കൂർ പ്രസംഗിച്ച നാട്ടുകാർ എന്നെ വെറുതെ വിട്ടോ? വിട്ടു. ആ നാട്ടുകാർക്ക് ആരെങ്കിലും ആക്ഷേപമുണ്ടോ? ഇല്ല. എന്തേ? ഞാൻ തുടങ്ങിയ മുതൽ ഒടുങ്ങുന്നവരെ കേട്ടവരാ. മുസ്ലിയാക്കന്മാരെ പോലെ ക്ലിപ്പിങ്ങിന് വേണ്ടി ഒരു കൂട്ടരെ ഏൽപ്പിച്ച് അവർ കട്ട് ചെയ്ത് കൊടുത്ത് മാത്രം ഒരപ്പുറപ്പുറം കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ആ സംഭവം എന്ന് വിശദീകരിക്കാൻ അള്ളാഹു എനിക്കൊരു അവസരം തന്നു ഞാൻ വിചാരിക്കുകയാണ്. കേരളം മുഴുവനും അത് ഇളക്കി മറിച്ചുകൊണ്ട് ഇന്നലെയും ഇട്ടു. കോഴിക്കോട് ജില്ലയിൽ പല സ്ഥലങ്ങളിൽ അത് ഇടുന്നുണ്ട്. എന്താണ് അതിന്റെ സംഭവം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് അത്തിപ്പറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ സുന്നികൾ സ്റ്റേജ് കയ്യേറി എന്നെ കൊല്ലാനാണ് വന്നത്. എന്റെ ഉടുമുണ്ടൊരിഞ്ഞു, അതുപോലെയുള്ള പണികളൊക്കെ അവർ ചെയ്തു. ആ സന്ദർഭത്തിൽ ഒരു മുസ്ലിയാരെ പോലീസ് പിടിച്ചു. ഒരു മുസ്ലിയാരായിരുന്നു നേതൃത്വം നൽകിയിരുന്നു. ആ മുസ്ലിയാര് പുത്തനത്താണിയിലെ 10ാം ക്ലാസ് വരെയുള്ള സുന്നി മദ്രസയിലെ സദർ മുദരീസാണ്. ജീപ്പിൽ കയറി വളാഞ്ചേരിയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എന്റെ ജീവിതത്തിൽ കേൾക്കാത്ത തെറി ഈ മുസ്ലിയാര് പോലീസുകാരനോടും SI-നോടും ഡേസിന്റെ മോനെ എന്ന് കൂട്ടി ഇങ്ങനെ പറയും. എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാനസികമായ പ്രയാസം ഒരു കാലത്തും നേരിട്ടിട്ടില്ല. എന്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇന്നും വളാഞ്ചേരിയിൽ ചെന്ന് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എന്റെ പേരും എഴുതി അഡ്രസ് എഴുതി വെച്ചിട്ടുണ്ട്, ഈ മുസ്ലിയാരുടെ പേര് എഴുതി അഡ്രസ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 പേരെ അവിടെ ചെന്നു. പോലീസുകാരെ അനവധി തവണ പറഞ്ഞു മിണ്ടാതിരിക്കും, സംസാരിക്കല്ലേ. അപ്പൊ ഇയാൾ പറഞ്ഞൊരു വാചകം, ഞങ്ങളുടെ നേതാവിന്റെ മഹത്വം കൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിലേറിയത്, ഞങ്ങൾ വിചാരിച്ചിട്ട് ഞങ്ങൾ അധികാരത്തിൽ ഭരിക്കുന്നത് എന്നുവരെ ഇയാൾ പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഇയാളോട് പോലീസുകാരൻ ചോദിക്കണം ഡീറ്റെയിൽ എഴുതാൻ വേണ്ടി ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ പുത്തനത്താണിയിലെ മദ്രസയിൽ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന സദറാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ആ മുസ്ലിയാരോട് പറഞ്ഞു, അങ്ങനെയാണോ? എന്നാ നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരെ കാര്യം കഷ്ടമാണ്. ഒരുപാട് തോന്നിവാസം പഠിപ്പിച്ച് അത് ആവർത്തിച്ച് ചെല്ലി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നേതാക്കന്മാരോട് വരെ പച്ച തോന്നിയാസം പറഞ്ഞ് സംസാരിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ആ സന്ദർഭത്തിന് ശേഷം അതിന്റെ തൊട്ടടുത്ത് നടന്ന ഒരു പരിപാടിയിൽ, ഒരു പ്രോഗ്രാമിൽ, അതുപോലെ തന്നെ കാസർഗോഡ് നടന്ന ഒരു പ്രോഗ്രാമിലും മുസ്ലിം സമൂഹത്തിന്റെ അൽ ഉലമാഉ ശർറു മൻ തഹ്ത അദീമിസ് സമാ എന്ന പ്രവാചക തിരുമേനിയുടെ വചനമനുസരിച്ച് വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, ആ വാചകം ഇങ്ങനെയാണ്, എന്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, നിങ്ങളുടെ കുട്ടികൾ ഈ പുത്തനത്താണിയിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന ആ മുസ്ലിയാര് പഠിപ്പിക്കുന്ന മദ്രസയിൽ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ചട്ടമ്പികളും തോന്നിവാസികളും തമ്മാടികളുമായി ഒരു സമൂഹത്തെ അയാൾ വളർത്തെടുക്കും. കാരണം അയാളിൽ നിന്നുണ്ടായ പ്രകടനം അതാണ്. എനിക്ക് നന്നായി വിഷമമുണ്ടായി. ഈ സ്വഭാവം മുസ്ലിം സമൂഹത്തെ ഇത്തരത്തിലെ ആളുകളുടെ മുമ്പിൽ അപമാനിക്കുന്ന പെരുമാറ്റം ഒരു പണ്ഡിതന്റെ ഭാഗത്തുണ്ടായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ജനങ്ങളെ, ആ മദ്രസയിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചാൽ ഈ ജാതി സ്വഭാവമുള്ള കുട്ടികളാ വരിക. നിങ്ങളുടെ മക്കൾ നരകത്തിന്റെ അവകാശികളായി തീരും. നിങ്ങളുടെ മക്കൾ നാട്ടിൽ യാതൊരു സമാധാനവും ഇല്ലാത്തവരായി തീരും. അതുകൊണ്ട് ഹളർ അലൈഹിസ്സലാം ഒരു കുഞ്ഞിന്റെ കഴുത്തുമുരണ്ടി കൊന്ന സംഭവം പറയുന്നുണ്ട് ഇസ്ലാമിൽ. അവിടെ എന്തായിരുന്നു അതിന്റെ വിശദാംശം? ആ വിശദാംശം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ആ കുഞ്ഞു കാരണം മാതാപിതാക്കളും നരകത്ത് പോകാൻ പാടില്ല, ആ കുട്ടികളും പോകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ
അവരെ നിങ്ങളുടെ കൈകൊണ്ട് മുരുണ്ടിക്കൊല്ലലാണ് നിങ്ങൾക്ക് നല്ലത് ഇയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ എന്ന് ഞാൻ വിശദീകരിക്കുകയുണ്ടായി. ആ വിശദീകരണത്തിന്റെ എല്ലാ വശങ്ങളും കേട്ടാൽ സുന്നി മദ്രസ പഠിക്കുന്ന കുട്ടികളെ കഴുത്തു മുരണമെന്നല്ല പറഞ്ഞത്. ചരിത്രപരമായ സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ഈ നിലക്കുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു വരാൻ പാടില്ല എന്നതുകൊണ്ടും മുസ്ലിം സമൂഹം ഉന്നതമായ ഒരു സംസ്കാരത്തിന്റെ ഉടമകളായി തീരേണ്ടതുണ്ട് എന്നതുകൊണ്ടും ആ സംഭവത്തിന്റെ പൂർണ്ണരൂപം ഇനി കേസറ്റ് അറിയാത്തവർക്ക് ഉണരുക യുവാക്കളെ എന്ന കേസറ്റിലാണ് ആ ഭാഗമുള്ളത്. ഉണരുക യുവാക്കളെ വിപ്ലവത്തിനായി എന്ന എന്റെ പ്രഭാഷണ കേസറ്റിലാണതുള്ളത്. അങ്ങനെ അവരെ ഉദ്ധരിക്കുന്ന എല്ലാ കേസറ്റുകളും നമ്മുടെ കൈവശമുള്ളതാണ്. ഈ ജാതി തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ട് തൽക്കാലം ആളുകളെ സംശയാസ്പദമായി നിലനിർത്താൻ കഴിയുമെന്നല്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പുറവും ഉപ്പുറവും നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ആ രംഗം കൃത്യമായി രേഖപ്പെടുത്തുന്ന മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് നിങ്ങളുള്ളത്. അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ മടങ്ങിച്ചെല്ലും. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. അവിടെ ഈ റെക്കോർഡ് വരും. ഒരു വാക്കും നിങ്ങൾ ഉച്ചരിക്കുകയില്ല. ആ വാക്കുകളെല്ലാം റബ്ബിന്റെ ഉന്നതന്മാരായ മലക്കുകൾ അത് എഴുതി രേഖപ്പെടുത്തിയിട്ടല്ലാതെ കിറാമൻ കാത്തിബീൻ ആ ഒരു ദിവസത്തെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, നിങ്ങൾ ചെയ്യുന്ന അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്ത് നേരെ വിപരീത ആശയം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഹലോകം ഒരുപക്ഷെ ബാസുരമായേക്കാം, പരലോകം അതെന്തുമാത്രം ഭയാനകരമായിരിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്ന് മാത്രമാണ് എനിക്കതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ആരെങ്കിലും സ്റ്റേജ് കെട്ടിയിട്ട് 1 മിനിറ്റ് വയലറിയോ ദുനിയാവിലെ പറയോ? ആരെങ്കിലും ഒരു 2 സ്റ്റേജ് കെട്ടിയിട്ട് 1 മിനിറ്റ് ഒരു ക്ലിപ്പിംഗ് പറയോ കൂട്ടരെ? കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ വളരെ ലളിതമായി മനസ്സിലാക്കാം. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ 41-ാം അധ്യായത്തിലെ 26-ാമത്തെ വചനത്തിൽ പറയാണ്, വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. സത്യനിഷേധികളായ ആളുകൾ അവർ ഖുർആൻ ഓതുന്നിടത്ത് ചെന്നിട്ട് അത് കേൾക്കുന്നവരോട് പറയും. എന്ത് പറയും? കൂക്കിക്കിടാൻ. നോക്കണേ, വഖാലല്ലദീന കഫറു. സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഖുർആൻ ഓതുന്നിടത്ത് കൂക്കിക്കോളി, ബഹളമുണ്ടാക്കിക്കോളി എന്ന് സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞു. എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. ഉണ്ടോ? എന്താണ്? വിശുദ്ധ ഖുർആൻ ഓതുന്നിടത്ത് കൂക്കി ബഹളം ഉണ്ടാക്കിയാലേ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയൂ, അല്ലാതെ ഖുർആന്റെ മുമ്പിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയൂല. അത് വളരെ വ്യക്തമാണ് കാര്യം. ഇവിടെ ആരാധനക്കർഹൻ അല്ലാഹു മാത്രം എന്നതാണ് എന്റെ വിഷയം. പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഇത്രയേറെ തെളിവുകൾ ഉദ്ധരിക്കുന്ന പ്രസംഗം മുജാഹിദുകളിൽ നിന്നല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു വിഭാഗത്തിൽ, ലോകത്ത് ജീവിക്കുന്ന ഒരു വിഭാഗത്തിൽ നിങ്ങൾക്ക് ഇത്ര ആധികാരികമായ പ്രസംഗങ്ങൾ കേൾക്കാൻ സാധിക്കില്ല. അതൊരു സത്യമാണ്. ആരൊക്കെ നിഷേധിച്ചാലും മുജാഹിദുകളിൽ നിന്ന് ജനങ്ങൾക്ക് ദീന് പഠിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് ഇന്നിന്റെ ലോകത്തൊരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, ഞാൻ ഏറെ സ്നേഹിക്കുന്ന മനുഷ്യ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആരാധനക്കർഹൻ. അപ്പൊ ഇവിടെ ഒരുപാട് ആരാധന്മാരുണ്ട് അല്ലേ? കല്ലും മുള്ളും മരടും മൂർഖൻ പാമ്പ്, കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും, ആൽത്താരകളും മനുഷ്യ ദൈവങ്ങളും ദേവി ദേവന്മാരും ബീവി അല്ലെ ഭാവമാരും ഒക്കെ ആരാധിക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മുടെ ഈ പ്രഖ്യാപനം. ആരാധനക്കർഹൻ, ഒരർഹത, യോഗ്യത, അതാണല്ലോ അതിനെ മലയാളത്തിൽ നമ്മൾ പറയുന്ന ഒന്ന്. അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ദൈവമാകാൻ, ആരാധിക്കപ്പെടാൻ. എന്താണ് ഇത്? ലോകത്തോട് മുഴുവനും നമ്മൾ പറയാം. ഇത് അടിച്ചേൽപ്പിക്കലല്ല, അല്ല, ഒരിക്കലും അല്ല. പിന്നെയോ ഇതൊരു ചർച്ചയാണ്. സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. പൊന്തി നിൽക്കുന്ന 2 മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഒന്ന് നന്മയുടേതായി, മറ്റൊന്ന് തിന്മയുടേതായി. ഒന്ന് ഏകദൈവ ആരാധനയിൽ അധിഷ്ഠിതമാണ്, മറ്റൊരു ബഹുദൈവത്വത്തിൽ അധിഷ്ഠിതമാണ്. അതെ, ഒന്ന് നീതിയുടേതാണ്, മറ്റൊന്ന് അന്യായത്തിൻ്റെതാണ്. അതുകൊണ്ട് ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറാ. പൊന്തി നിൽക്കുന്ന 2 മാർഗങ്ങളുടെ മുമ്പിലുണ്ട്.
നന്ദിയുള്ളവരായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം, നന്ദിയില്ലാത്ത നന്ദികെട്ട ആളുകളുമായി നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ നിങ്ങൾ അള്ളാഹുവിലേക്കാണ് മടങ്ങുക. ഖുർആനിന്റെ 76-ാം അധ്യായം സൂറത്ത് ഇൻസാൻ 3-ാമത്തെ വാക്ക് തീർന്നില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. 2-ാം അധ്യായം സൂറത്ത് ബഖറ 256-ാമത്തെ വചനം. മതത്തിൽ ബലാത്കാരമില്ല, ഇല്ല. ആരെയും ഹേമം ചെലുത്തേണ്ടതില്ല, ഇല്ല. ഒരാളെയും നമ്മൾ നിർബന്ധിക്കുന്നില്ല. പിന്നെയോ വിഷയം അവതരിപ്പിച്ച് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കുക, ചിന്തിക്കൂ എന്ന് അവകാശപ്പെടുക. എന്റെ പ്രിയപ്പെട്ട സുരേഷേ, എന്റെ പ്രിയപ്പെട്ട മാധവ, എന്റെ പ്രിയപ്പെട്ട ബഷീറേ, എന്റെ പ്രിയപ്പെട്ട മുഹമ്മദേ, നീ ചിന്തിക്കൂ, അറിയൂ, മനസ്സിലാക്കൂ, ഇതാ ഇങ്ങനെയുണ്ട് എന്ന് പറയാ. അതിനാർക്കാ ഇവിടെ വിരോധം? അത് കേൾക്കുക. കേൾക്കുന്നതിന് ഇവിടെ ആരും ഒന്നും കൊടുക്കണ്ടേയില്ല. വെറുതെ വന്നിരുന്ന് ചെവി നന്നായിട്ടൊന്ന് കൂർപ്പിച്ച് മനസ്സൊന്ന് ഏകാഗ്രമായി ഒന്ന് വെച്ച് കേൾക്കുക. അതേ ഉള്ളൂ. ലാ ഇക്രാഹ ഫിദ്ദീൻ. ഇല്ല, തീർച്ചയായും മതത്തിൽ ബലാത്കാരമില്ല. എന്തുകൊണ്ടില്ല? നന്മയും തിന്മയും ഇവിടെ വ്യക്തമാണ്. ആരുടെ മുമ്പിലും വിശദീകരിച്ചു കൊടുക്കാം. എന്നിട്ടോ ഒരുത്തന് വേണ്ടേ? വേണ്ട. വേണോ? എന്നാ സ്വീകരിച്ചോ, രക്ഷപ്പെടാം. വേണ്ടേ? നാം നരകത്തിലേക്കെത്താം. ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പൊ 2-ാം അധ്യായം 256-ാമത്തെ വചനം തീർന്നില്ല. 10-ാം അധ്യായം 99-ാമത്തെ വചനം. നബിയെ അൻത തുക്രിഹുൻ നാസ്, നിങ്ങൾ ജനങ്ങളെ നിർബന്ധിക്കുകയോ വിശ്വാസിയാവാൻ ജനങ്ങളെ നിർബന്ധിക്കുകയോ? അള്ളാഹ് വിചാരിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും അവൻ ഒരേ വിശ്വാസക്കാരമാക്കുമായിരുന്നു. അതുകൊണ്ട് അങ്ങ് ആരെയും നിർബന്ധിക്കേണ്ടതില്ലെന്ന് അള്ളാഹു പറയും. 10-ാം അധ്യായം 99. തീർന്നില്ല. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയാം. 18-ാം അധ്യായം 29-ാമത്തെ വചനം എന്താ പറയുന്നത്? സത്യം ദൈവത്തിങ്കിൽ നിന്നുള്ളതാണ്, സാക്ഷാൽ മഹാപ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്നുള്ളതാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന പടച്ച തമ്പുരാന്റെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം. അതുകൊണ്ട് അവൻ അവതരിപ്പിച്ചതാണ് സത്യം. ഖുർആൻ പറയാൻ ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവർക്ക് അവിശ്വസിക്കുകയുമാകാം. കണ്ടോ, ഇത്ര ഫ്ലെക്സിബിലിറ്റി ഈ വിഷയത്തിൽ കൊടുത്ത് ഏത് ദർശനമുണ്ട് ലോകത്ത്? ഇഷ്ടമുള്ളവർ കേട്ടോളൂ, സ്വീകരിച്ചോളൂ. പക്ഷേ നിങ്ങൾ ദൈവസന്നിധിയിൽ വരും, അവിടെ സ്വീകരിക്കപ്പെടുക ദൈവിക ദർശനം മാത്രമായിരിക്കും. ഇതാണ് പഞ്ചായത്തിന്റെ ദൈവം അവതരിപ്പിച്ച ദർശനമല്ല. മുഹമ്മദീയർ എന്നൊരു പ്രയോഗമുണ്ട്, അല്ലേ? മുഹമ്മദീയ മതം, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ശരിയല്ല. മുഹമ്മദ് നബി ഒരു മതം പഠിപ്പിച്ചിട്ടില്ല, ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി ഒരു മതം കൊണ്ടുവന്നിട്ടില്ല. അല്ലാഹുവിന്റെ ദീനിനെ റസൂലുള്ള പൂർത്തീകരിക്കുക മാത്രമാണ് ചെയ്തത്. ആദം അലൈഹിസ്സലാം അദ്ദേഹത്തിലൂടെ ആരംഭിച്ച് മുഹമ്മദ് നബി എന്ന അന്തിമ പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും അൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നാണ് അല്ലാഹു പറഞ്ഞത്. അപ്പൊ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. 5-ാം അധ്യായം 3-ാമത്തെ വചനം. ശരി സഹോദരങ്ങളെ, അപ്പൊ ആർക്കും വിശ്വസിക്കാം, തള്ളിക്കളയാം. തീർന്നില്ല. ഖുർആനിലെ 88-ാം അധ്യായം 21-22 വചനങ്ങൾ. അവിടെ അന്ന് പറയാനുണ്ട്, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. ഓ പ്രവാചക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലമയോട് അല്ലാഹു പറയാനുണ്ട്, നബിയെ താങ്കൾ ഒരു ഉപദേശകനാണ്, ഒരു പ്രഭാഷകന്, ജനങ്ങളോട് പറയാം. പക്ഷെ ലസ്ത അലൈഹിം ബിമുസൈതിർ, അധികാരം ചെലുത്തി സ്വീകരിച്ചിട്ട് കൊന്നുകളയട, സ്വീകരിച്ചില്ലേ തട്ടിക്കളയട എന്ന് പറയേണ്ട അവകാശം നിങ്ങൾക്കില്ല. ഇല്ല. വല്ലാത്തൊരാശയം. ഇസ്ലാമിനെതിരെ ആളുകൾ പറയുന്ന വാളുകൊണ്ട് പ്രചരിക്കുന്ന ഇല്ല, ഒരിക്കലുമില്ല. ഇസ്ലാമിന്റെ ആശയം ജനമനസ്സുകളിൽ കോളിളക്കം സൃഷ്ടിച്ചു. അതിർവരമ്പുകളെ കടന്നു വന്നു. രാജ്യാതിർവരമ്പുകളെ, ഭാഷാതിർവരമ്പുകളെ, ഗോത്രാതിർവരമ്പുകളെ കടന്നു വന്ന ശ്രേയസ്കരമായ ഒരു മതദർശനം. എത്ര വ്യക്തമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥൻ, അവനെ ആരാധിക്കൂ എന്ന ഉജ്ജ്വലമായ ഒരു പ്രഖ്യാപനം. അത് ഇസ്ലാമിനല്ലാതെ ലോകത്തേത് ദർശനത്തിന് സാധിച്ചിട്ടുണ്ട് പ്രിയങ്കരരെ. അതുകൊണ്ട് ഇസ്ലാമിനെ ശരിക്കിവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. വ്യക്തിപരമായ ഒരഭിപ്രായവും ഇതിന് പറയില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു എന്നിവിടെ പറയില്ല. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞു എന്നിവിടെ പറയില്ല.
KM മോലെ പറഞ്ഞു, വക്കം മോലെ പറഞ്ഞു, MCC പറഞ്ഞു, MT അബ്ദുൽ മോലെ പറഞ്ഞു, സെയ്ദ് മോലെ പറഞ്ഞു, K ഉമർ മോലെ പറഞ്ഞു, AP അബ്ദുൽ ഖാദർ മോലെ പറഞ്ഞു, TP അബ്ദുൽ മദനി പറഞ്ഞു. ഒന്നും ഞങ്ങൾ പറയില്ല. അള്ളാഹ് പറഞ്ഞു ഇത്രാമത്തെ അധ്യായം, അള്ളാഹ് പറഞ്ഞു ഇത്രാമത്തെ അധ്യായം, റസൂല് പറഞ്ഞു ഇന്നയിടത്ത്, ഇന്ന ഹദീസ്, ഇന്ന് സഹാബത്ത് പറഞ്ഞു. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാനദണ്ഡം. എന്തേ ഇങ്ങനെയാകാൻ, അങ്ങനെ ആകണമെന്ന് അള്ളാഹ് പറഞ്ഞു, അങ്ങനെ ആകണമെന്ന് റസൂല് പറഞ്ഞു. ഞങ്ങളത് സ്വീകരിച്ചു. എല്ലാ കാര്യത്തിലും അതാണ്. നിങ്ങൾക്കറിയുമോ, ഇന്ന് കേരളത്തിലെ തലശ്ശേരിയിൽ ABCDകൾ ഞങ്ങൾ തമ്മിലൊരു വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതിയപ്പോ തറാവീഹ് ഉമർ ബിൻ ഖത്താബ് 20 നിസ്കരിച്ചു എന്ന് ഞങ്ങൾ തെളിയിക്കുന്ന. അപ്പൊ റസൂലെവിടെ? ഞങ്ങൾ അവരോട് ചോദിച്ചു, റസൂലെവിടെ? റസൂല് ചെയ്യാത്തത് ഉമർ ചെയ്യില്ല എന്നാ. ശരി, ഉമർ ചെയ്തു, റസൂല് ചെയ്തത് കൊണ്ട് വാദിച്ചു. ശരി, റസൂല് ചെയ്തത് തെളിയിക്കുന്നു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ചെയ്യൂ. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു 20 പിന്നെ 3 അങ്ങനെ വിത്തറടക്കം 23 നിസ്കരിച്ചു എന്നതാണ് വാദമെങ്കിൽ, അത് നബി ചെയ്തത് അതേപോലെ ചെയ്തതാണ് എങ്കിൽ അതും തെളിയിക്കേണ്ടതുണ്ടല്ലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ചെയ്യില്ല എന്നാണ്. അപ്പൊ സ്വാഭാവികമായും റസൂലുള്ളാഹിയിൽ നിന്ന് കണ്ട് 23 പഠിച്ചിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു നടപ്പാക്കിയിരുന്നു. നേരെ മറിച്ച് ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന പ്രാമാണികമായ ഗ്രന്ഥങ്ങളിൽ, ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 നമസ്കരിച്ചു എന്നും അതാണ് റമദാനിലും അല്ലാത്ത കാലത്തും അദ്ദേഹത്തിന്റെ നമസ്കാരമെന്നും അതാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു കൽപ്പിച്ചതെന്നും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മുത്തയിൽ പറയുന്നു. അനസി പിരിഞ്ഞുപോയി. ഇതാണ് സുന്നികളുടെ സ്വഭാവം. കാരണം റസൂൽ 20 നിസ്കരിച്ചിട്ടില്ല, ഇല്ല, ഹദീസിലില്ല, വഈഫാണ്. അത് അവർക്കും അറിയാം, വ്യക്തമായി അറിയാം. അതുകൊണ്ട് ബഹളമുണ്ടാക്കി തല്ലുകൂടിക്കോ കോളറ പിടിച്ച് പിരിഞ്ഞുപോയി. വളരെ വ്യക്തം. അതുകൊണ്ട് തന്നെ തെളിവ് അത് മാത്രമാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ആയത്തോതുന്നു, വിശദീകരിക്കുന്നു, ഹദീസ് പറയുന്നു, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു, കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇതാണ് വളരെ വ്യക്തമായി നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഒരു ലൈൻ. ഈ ലൈനിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്റെ പ്രസംഗത്തെ ഒന്ന് ശ്രദ്ധിക്കണം. وما على الرسول إلا البلاء المبين وما على الرسول إلا البلاء المبين 24-ാം അധ്യായം 24-ാം അധ്യായം സൂറത്തുൻ നൂർ 54-ാമത്തെ വചനം. ഇല്ല നബിയെ, അങ്ങ് എത്തിക്കലല്ലാതെ ഒരു ബാധ്യതയും വന്നിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം ഇന്നോളം ഒരു വിഭാഗത്തിന്റെ സ്റ്റേജുകളും കയ്യേറിയില്ല, തൂക്കുപിടിച്ചില്ല, കല്ലെറിഞ്ഞില്ല, ഭീഷണിപ്പെടുത്തിയില്ല, പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പ്രോഗ്രാം നിർത്തിച്ചില്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ സത്യമുണ്ട്, ഞങ്ങൾക്കതറിയാം. അത് ആരുടെ മുമ്പിലും വ്യക്തമാക്കുക, നല്ല ഭാഷയിൽ, നല്ല ശൈലിയിൽ, പ്രമാണപരമായി അവതരിപ്പിക്കുക. അതാണ് ഇവിടെ നടക്കുന്നത്. ആരാധനക്കർഹൻ അല്ലാഹു മാത്രം എന്ന വിഷയത്തിന്റെ പ്രധാന പോയിന്റുകളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണത്? നമ്മൾ വായു ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ജാതി മതഭേദമന്യേ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊന്നും വ്യത്യാസമില്ലാതെ, നിരീശ്വരവാദി എന്നൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും വായു ശ്വസിക്കുന്നു. ഒന്ന് ചിന്തിക്കാൻ നമുക്കെല്ലാം, ആരാണ് ഈ വായു നമുക്ക് നൽകിയത്? നമ്മൾ ശ്വസിക്കുന്ന വായുവിന് ഇന്ന് വരെ നമ്മൾ പണം കൊടുത്തിട്ടില്ല. ഉണ്ടോ? ഇല്ല. നമ്മൾ ഫോൺ വിളിക്കുന്നു, ഫോണിൽ കാർഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റീചാർജ് ചെയ്യുന്നു, പൈസ അടയ്ക്കുന്നു, വൈദ്യുതി ഉപയോഗിക്കുന്നു, പണമടയ്ക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രസംഗം കേൾക്കുന്നവരെ, നാളെ ഈ പ്രസംഗം ലോകത്തിന്റെ കോണുകളിൽ നിന്ന് കേൾക്കുന്ന മലയാളികളെ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വായു ശ്വസിച്ചിട്ട് ഇന്ന് വരെ പടച്ചതമ്പുരാൻ നമ്മളോട് പണം ചോദിച്ചോ? കരുണാമയനായ, മഴ പെയ്യിപ്പിക്കുന്ന, ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന, ആകാശഭൂമികളെ സൃഷ്ടിച്ച, കാനനങ്ങളെ സംവിധാനിച്ച, കാട്ടാറുകളെ ഒഴുക്കുന്ന, സാഗരങ്ങളിലെ തിരമാലകളെ കൺട്രോൾ ചെയ്യുന്ന, ആഴിക്കടിയിലെ നീന്തിത്തുടിക്കുന്ന മത്സ്യങ്ങളെ സംവിധാനിച്ച, ആകാശത്തിന്റെ വിഹായത്തിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളെ സംവിധാനിച്ച ലോകത്തിന്റെ തമ്പുരാനെ നമ്മൾ എന്തുകൊണ്ടാ മറന്നുപോയത്? പടച്ചതമ്പുരാനെ നമ്മൾ എന്തുകൊണ്ടാ മറന്നുപോയത്? ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന സർവാധിനാഥനായ പടച്ചതമ്പുരാൻ എന്ന ബോധത്തെ നമ്മൾ എന്തുകൊണ്ടാണ് മറന്നുപോയത്? ലോകത്തെല്ലാ മതവിഭാഗങ്ങളും അംഗീകരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്താണ് ആ പോയിന്റ്? ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന്.
അല്ലേ? ഒരു കാര്യം എല്ലാവരും ആലോചിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റാ പറയുന്നത്. ലോകത്ത് മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പ് ആകാശമില്ലേ? ഉണ്ട്. ഭൂമിയില്ലേ? ഉണ്ട്. സർവ്വചരാചരങ്ങളില്ലേ? ഉണ്ട്. അല്ലേ? ചന്ദ്രനും സൂര്യനും ഗാലക്സികളും എല്ലാമില്ലേ? ഇല്ലേ? സാഗരങ്ങളില്ലേ? കാട്ടാറുകളില്ലേ? വാദികളില്ലേ? എല്ലാമില്ലേ? എല്ലാം ഉണ്ടായിരുന്നില്ലേ? പർവ്വതങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. തെങ്ങും കവുങ്ങും മാവും പ്ലാവും എല്ലാം ഉണ്ടായിരുന്നില്ലേ? ജനവാസമില്ലാത്ത ഒരു കാലം ഇല്ലേ? ആരാ അതിനെ സംവിധാനിച്ചത്? ആരാ അതിന്റെ സംവിധായകൻ? ആ സംവിധായകനെ ലോകത്തിന്റെ സിദ്ധാവായി അവതരിപ്പിച്ചു വിശുദ്ധ ഖുർആൻ. അതെ, ഇവിടെ ഹിന്ദുമതമില്ലാത്ത കാലം, ഇസ്ലാം മതം പ്രബോധനം ചെയ്യാത്ത കാലം, മനുഷ്യവാസം ഈ ഭൂമുഖത്തുണ്ടാകാത്ത ഒരു കാലം. അന്ന് ഭൂമിയില്ലേ ബാല? എത്ര വ്യക്തമാണ്. അന്ന് ആകാശമില്ലേ സുരേന്ദ്ര? ഉണ്ട്. അന്നെല്ലാം ഉണ്ട്. ആരിത് സംവിധാനിച്ചു? ആരാണ് ആ സംവിധായകൻ? ആ സംവിധായകനെയാണ് ലോകത്തിന്റെ സിട്ടാവ് എന്ന് നമ്മൾ പറയുന്നത്. ആ ലോകത്തിന്റെ സിട്ടാവിനെ ആരാധിക്കണം. അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. എന്തുകൊണ്ട് അള്ളാഹു മാത്രം ആരാധനക്കർഹനായി? എന്താ പ്രശ്നം? അള്ളാഹു അല്ലാത്തവരെ എന്തുകൊണ്ട് ആരാധിച്ചുകൂടാ? ആരാധന അതിന് അർഹത വേണം. അതിന് ആർക്കാ അർഹത? ആരാധനക്കർഹൻ ആരാ? എന്തുകൊണ്ടാണ് നമ്മൾ അവനെ ആരാധിക്കുന്നത്? എന്തുകൊണ്ട് ശ്രീരാമനെ ആരാധിക്കരുത് എന്ന് മുസ്ലിങ്ങൾ പറയുന്നത്? എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കരുത്? മുഹമ്മദ് നബി മഹാനല്ലാത്തത് കൊണ്ടാണോ? സഹോദരങ്ങളെ, ഈസാ നബി മഹാനല്ലേ? അല്ലേ? മറിയം ബീവി മഹദിയല്ലേ? അല്ലേ? 34 സ്ഥലത്ത് പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു വനിത മറിയം ബീവിയല്ലേ? ആ മറിയം ബീവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ സത്യനിഷേധിയാണ് എന്ന് ഇസ്ലാം എന്തുകൊണ്ടാ പറയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മറിയം ബീവിയെ കുറിച്ചൊരു അധ്യായം, ആയിഷ ബീവിയെ കുറിച്ചൊരു അധ്യായം ഉണ്ടോ? ഇല്ല. ഖദീജ ബീവിയെ കുറിച്ചൊരു അധ്യായം ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും വ്യക്തമാണ്, അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ മറിയം ബീവിയുടെ പേരിൽ ഒരു അധ്യായമുണ്ട് ഖുർആനിൽ. 34 സ്ഥലത്ത് മറിയം ബീവിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 3-ാം അധ്യായം 42-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാനുണ്ട്, ഇന്നല്ലാഹ ഇസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ലോക സ്ത്രീകളിൽ ഏറ്റവും ശ്രേയസ്കരമായ സ്ഥാനം അതാണ് ആർക്ക്? മറിയം ബീവിക്ക്. എന്നിട്ട് പോലും സാധാരണ ആളുകൾ ചോദിക്കും, ഒരു ജോർജ് വന്നിട്ട് മുസ്ലിമിനോട് ചോദിക്കണത്, അല്ല അബ്ദുൽ ഖാദറെ, നീ മുഹമ്മദ് ബീവിയെ വിളിച്ച് പ്രാർത്ഥിക്കണില്ലേ? ഉണ്ട്. എന്താണ് നീ മുഹമ്മദ് ബീവിയെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള കാരണം? അപ്പോ ഇയാൾ പറയാൻ, ഈ മുസ്ലിമായ മനുഷ്യൻ പറയാണ് മുഹമ്മദ് ബീവി മഹദിയാണ്, അള്ളാഹ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്, അല്ലേ? അപ്പോ ക്രിസ്ത്യാനികൾ ഖുർആനിലുണ്ടോ അവരുടെ പേര്? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. സ്വഹാബത്തിന്റെ ചരിത്രത്തിലുണ്ടോ? ഇല്ല. പിന്നെ അവരെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ? ഊരും പേരറിയില്ല, മശൂറും കുറവല്ല, ബഹുമാനം തീർന്നുള്ള നാട് അത്. വെളിയുമ്പോടും കാവി കുഞ്ഞിമരക്കാർ ചെയ്തോരും ബഹുമാനരൊക്കെ പെറ്റ നാട്. ഇതല്ലാതെ എന്താ പറയാനുള്ളത്? ആ വരികളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഊരും പേരറിയില്ല, മശൂറും കുറവല്ല, ബഹുമാനരൊക്കെ പെറ്റ നാട് അത്. വെളിയുമ്പോടും കാവി കുഞ്ഞിമരക്കാർ ചെയ്തോരും ബഹുമാനരൊക്കെ പെറ്റ നാട്. ഊരറിയില്ല, പേരറിയില്ല. ഏറ്റവും രസം തരയോ? ഈ പാട്ടുണ്ടാക്കിയവനെ ഒന്നെങ്കിൽ കാട്ടറായി അടിച്ചവനാണ്, അല്ലെങ്കിൽ ബോധമില്ലാത്തവനാണ്. കാരണം എന്താ? അതിനൊരു 8 വരി അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നോം പറയണമെന്നറിയോ? ഊരും പേരും അറിയില്ല എന്ന് ആദ്യം പറഞ്ഞു. കുറെ വരികൾ കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നതറിയോ? ഫാത്തിമത്തോ ദുഹ്റ എന്നൊരു ഭൂമി. ആദ്യം അറിയുന്നതാണ് ഊരും പേരും അറിയില്ല. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പറയാ ഫാത്തിമത്തോ ദുഹ്റ എന്നൊരു ഭൂമി. അപ്പൊ ഇങ്ങനെ അപ്പോ ഉറപ്പായി അന്തംഗമ്യ എഴുതിയതാണ്. ഊരും പേരും അറിയില്ല എന്നാണ്. ഇനി ക്രിസ്ത്യാനിയുടെ ചോദ്യം എന്തറിയോ? എടാ, ഊരും പേരും അറിയാത്ത പിഴച്ചവടാണോ നല്ലവടാണോ എന്നൊന്നും അറിയാത്ത ഒരു ശവം, ആ ശവത്തെ കൊണ്ടുപോയി കബറടക്കി അതിനെയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെപ്പറ്റി എന്താ പറയുന്നത്? ക്രിസ്ത്യാനിയായ ഞങ്ങളെപ്പറ്റി നിങ്ങൾ എന്താ പറയുന്നത്? പിഴച്ച ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ, ജൂതന്മാരുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ. എന്നിട്ട് ജോർജിന്റെ ചോദ്യമാണ് ആരോട്? അബ്ദുൽ ഖാദറിനോട്. അബ്ദുൽ ഖാദർ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ മറിയം ബീവി, 34 തവണ അള്ള പേര് ആവർത്തിച്ച് പറഞ്ഞ മറിയം ബീവി ലോക സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠയാണ് എന്ന്
അല്ലാഹ് പറഞ്ഞ മറിയം ബീവിനെ വിളിച്ച് പ്രാർത്ഥിച്ച ഞങ്ങള് പിഴച്ചവരാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോ ഊരും പേരറിയില്ല, മസൂറും കുറവല്ല, ബഹുമാനരൊക്കെ പെട്ടെന്നാട് എന്നതല്ലാതെ വേറെന്ത് യോഗ്യതയാണ്? എന്നിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ സ്വർഗാവകാശികളായ മുസ്ലിങ്ങളാണ്. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഹദീസിലുള്ള ഈസാ നബിയുടെ ഉമ്മയായ അഡ്രസ്സുള്ള അള്ളയേറ്റ് ലോക സ്ത്രീകളിൽ ഒന്നാം സ്ഥാനം നൽകിയ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തൊട്ടതായ കൊണ്ടും സൂറത്ത് തഹരീം പറയാൻ ആരെക്കുറിച്ച്? മറിയം ബീവിയെ കുറിച്ച്. ആ മറിയം ബീവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ പിഴച്ചവരും ഊരും പേരറിയാത്ത മുനമ്പത്ത് ബീവിയെ വിളിക്കുന്ന നിങ്ങൾ ഹിദായത്തിലുമെന്ന് പറയാൻ മിണ്ടാട്ടില്ല. ഈ ചോദ്യത്തിന് മിണ്ടാട്ടില്ല. ഈ വിഷയം ഞാൻ എവിടെയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടോ ഒരു ക്ലാരിഫിക്കേഷനും നൽകാൻ പൗരോഹിത്യത്തിന് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചിന്തിക്കണമെന്നാണ്. കൃത്യമായി ആലോചിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ലോകത്തിന്റെ തമ്പുരാനെ കണ്ടെത്തുകയും അവനെ ആരാധിക്കുകയും അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് നിങ്ങൾ അറിയുകയും വേണം. ഫലം പുറമറയ ഫലം നിങ്ങൾ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ. വെറുതെ അഫ്ദലുദ്ദിഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഫലം നീ അറിയണം, നീ ശരിക്കറിയണം, നീ പഠിക്കണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ആരാധനക്കർഹനില്ലെന്നത് നീ പഠിച്ച് മനസ്സിലാക്കി വിശ്വസിക്കണം. വെറുതെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നാവിട്ടടിച്ചിട്ട് കാര്യമില്ല, നീ ദിക്ർ ചൊല്ലിയിട്ട് കാര്യമില്ല. നീ അല്ലാഹനെ ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്നത് നീ അറിയണം, നീ പഠിക്കണം, നീ മനസ്സിലാക്കണം എന്ന് 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദ് 19-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ ഹുവൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. 3-ാം അധ്യായം 18-ാമത്തെ വാചകമാണ്. അല്ലാഹ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്ത് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്നതിന് അല്ലാഹ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തീർന്നില്ല. മലക്കുകൾ മുഴുവനും അല്ലാഹ് മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇൽമ് നൽകപ്പെട്ടവരും അല്ലാഹ് മാത്രമാണ് ആരാധനക്കർഹൻ. ഇപ്പൊ നിങ്ങൾ നോക്കേ, എത്ര വലിയ സഖാഫിയായാലും, എത്ര വലിയ പൈസയായാലും, എത്ര വലിയ ധാരിണിയായാലും, എത്ര വലിയ നബിയായാലും അല്ലാഹ് മാത്രമാണ് ആരാധനക്കർഹൻ എന്നറിയാത്തൊരുത്തൻ ആലിമല്ല, അവൻ വാലിമാണ്. ആലിമല്ല, അവൻ വാലിമാണ്. ആലിമാകണമെങ്കിൽ അല്ലാഹ് മാത്രമാണ് ആരാധനക്കർഹൻ എന്നൊരു ആള് മനസ്സിലാക്കുന്നുവെങ്കിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ അവൻ ആലിമാണ്, അറിവുള്ളവനാണ്, അവൻ അറിഞ്ഞവനാണ്. ആരെ അറിഞ്ഞവനാണ്? അല്ലാഹുവിനെ അറിഞ്ഞവനാണ്. അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് എന്താണ്? അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ഈ പ്രപഞ്ചം എങ്ങനെ നിലനിൽക്കുന്നു? ആരാണ് സൂര്യനെ സൃഷ്ടിച്ചത്? ആരാണ് ചന്ദ്രനെ സംവിധാനിച്ചത്? ആരാണ് കാറ്റിനെ നിയന്ത്രിക്കുന്നത്? ആരാണ് മേഘങ്ങളെ തള്ളി നീക്കുന്നത്? ആരാണ് സാഗരങ്ങളിൽ ഓളങ്ങൾ സൃഷ്ടിച്ചത്? ആരാണ് ആഴിയിൽ മത്സ്യങ്ങളെ സംവിധാനിച്ചത്? ആരാണ് ആകാശ പരവതാനിയിൽ പർവ്വതങ്ങളെ സംവിധാനിച്ചത്? ആരാണ് ഗിരിശൃംഗങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു വെച്ചത് എന്ന് മനുഷ്യരോട് പഠിക്കാൻ, അറിയാൻ, ചിന്തിക്കാൻ, എല്ലാവരോടും പഠിക്കാൻ, എല്ലാ മനുഷ്യരോടും പഠിക്കാൻ, തന്നെ സൃഷ്ടിച്ച കരുണാമയനായ പ്രപഞ്ചത്തിന്റെ നാഥനെ കുറിച്ച് ആലോചിക്കാനാണ് അല്ലാഹു മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്. പശുപാതിത്വമില്ലാത്ത നല്ല ചിന്തയുള്ള കാര്യങ്ങളെ അപഗ്രഥിച്ചറിയുന്ന ആളുകളുള്ള ഒരു നാട്ടിലാണ് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്തകളുടെ പുതിയ ലോകത്തേക്കല്ല, മറിച്ച് പ്രിയപ്പെട്ടവരെ പ്രമാണങ്ങളുടെ ലോകത്തേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഒരു പുതിയ വാദമല്ല ഇവിടെ ഉന്നയിക്കുന്നത്. ഏറെ പഴക്കമുള്ള അമ്പിയാ മുർസലീങ്ങൾ ഒന്നടങ്കം ലോകത്തെ പഠിപ്പിച്ച ഉജ്ജ്വലമായ ഒരു ആദർശത്തിലേക്ക് എല്ലാ പ്രവാചകന്മാരും അല്ലാഹുവിലേക്കായിരുന്നു ക്ഷണിച്ചത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അല്ലാഹുവിലേക്കുള്ള ക്ഷണം ഇവിടെ അവസാനിക്കുകയാണ് ലോകത്ത്. അത് പറയാൻ മുജാഹിദുകളല്ലാതെ മറ്റൊരു വിഭാഗമില്ല. നിങ്ങൾക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി വർഷങ്ങളായി നമുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയിൽ
ഇന്നത് ഭൗതിക രാഷ്ട്രീയ ഒരു പ്രത്യയശാസ്ത്രമായി പരിണമിച്ചു പോയിട്ടുണ്ട് എന്ന വസ്തുതയും നിങ്ങൾക്കറിയാം. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ അവരിലൊരു പ്രഭാഷകനില്ല. അള്ളാഹുവിന്റെ ഏകത്വം ഉദ്ഘോഷിക്കാൻ അവരിലൊരു പ്രഭാഷകനില്ല. അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് മാനവരാശിയെ നയിക്കാൻ അവരൊന്ന് സന്നദ്ധരല്ല. അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ മൗലികതയെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ അവരിന്ന് മറന്നുപോയിരിക്കുന്നു. ഇവിടെ ഒരുപാട് മുസ്ലിം സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കേണ്ടി വന്നു? വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 64-ാമത്തെ വചനം, ഖുർആനിലെ 3-ാം അധ്യായം 64-ാമത്തെ വചനം അന്ന് പറയാൻ ഖുലിയ അഹ്ലൽ കിതാബി, അല്ലയോ വേദക്കാരെ, അല്ലയോ ജൂതന്മാരെ, അല്ലയോ ക്രിസ്ത്യാനികളെ, അല്ലയോ മജൂസികളെ, അല്ലയോ വേദം നൽകപ്പെട്ടവരെ, നിങ്ങൾ വരൂ, തർക്കങ്ങൾ ഉപേക്ഷിച്ച് ഒരു മേശയുടെ ഒരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലുമിരുന്ന് അഭിപ്രായ ഭിന്നതകളെ തീർത്ത് ഐക്യത്തിന്റെ പുതിയ ലോകത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ വരൂ എന്ന് നമ്മൾ വിളിക്കുകയാണ്. എന്താ നമ്മൾ വിളിക്കുന്നത്? ഖുലിയാഹിൽ കിതാബി, അല്ലയോ വേദക്കാരെ, അല്ലയോ വ്യത്യസ്ത മതവിശ്വാസികളെ, നിങ്ങൾ വരൂ, നമുക്കും നിങ്ങൾക്കുമിടയിൽ സമമായ ഒന്നിലേക്ക് നിങ്ങൾ വരൂ. അല്ലാ നഅ്ബുദു ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ നാഥനല്ലാതെ, സർവാധിനാഥനല്ലാതെ, സിട്ടാവല്ലാതെ ആരാധനക്കർഹനില്ല എന്നതിലേക്ക് നിങ്ങൾ വരൂ. എന്നിട്ടോ നമ്മളിൽ ചിലരെ റബ്ബാക്കാതിരിക്കുക, ആരാധനാക്കാതിരിക്കുക എന്നതിലേക്ക് നിങ്ങൾ വരൂ എന്ന് വിളിക്കേണ്ടവരാണ് ആര്? മുസ്ലിങ്ങൾ. ഖബറിലേക്ക് വിളിക്കേണ്ടവരല്ല, ദർഗകളിലേക്ക് വിളിക്കേണ്ടവരല്ല. ഏർവാടി, നാഗൂർ, അജ്മീർ, മുത്തുപേട്ട, സിഎം മക്കാം, അതുപോലെയുള്ള വീഞ്ഞം മക്കാം തുടങ്ങിയ മക്കാമുകളിലേക്ക് ലോകത്തെ ക്ഷണിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ, അംബീഷൻസുകളെ ഇതാ ഇവിടെ സമർപ്പിക്കൂ. നിങ്ങൾക്ക് കുട്ടികൾ ലഭിക്കും, നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്ക് വിസ കിട്ടും, നിങ്ങളുടെ കച്ചവടത്തിന് അഭിവൃദ്ധി ഉണ്ടാകും എന്ന് വിളിക്കേണ്ടവരല്ല നമ്മൾ. മറിച്ച് നമ്മൾ ക്ഷണിക്കേണ്ടത് അദ്ദഅവതു ഇലല്ലാഹ്, അതേ ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഉദൂ, നിങ്ങൾ ക്ഷണിക്കണം. എവിടേക്ക്? നിങ്ങളുടെ റബ്ബിലേക്ക്, റബ്ബിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ അവരെ ക്ഷണിക്കുക. സതുപദേശത്തോടെയും അതുപോലെ സാരസമ്പൂർണമായ നിർദ്ദേശത്തോടെയും മാനവരാശിയെ നിങ്ങൾ ക്ഷണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല 16-ാം അധ്യായം 125-ാമത്തെ വചനം തീർന്നില്ല. വലാ തുജാദിലു അഹ്ലൽ കിതാബ്, വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ. നോക്കണേ, വലാ തുജാദിലു അഹ്ലൽ കിതാബ്, അഹ്ലൽ കിതാബുകാരുമായി നിങ്ങൾ തർക്കിക്കുക, വാദപ്രതിവാദത്തിൽ ഏർപ്പെടുക. പക്ഷേ നല്ല രൂപത്തിലല്ലാതെ വേദക്കാരുമായി നിങ്ങൾ സംവാദത്തിൽ ഏർപ്പെടരുത്. നല്ല നിലയിൽ എന്നിട്ട് പറയാ, അവരിലെ ഇല്ലല്ലദീന വലമു, അവരിലെ അക്രമികളോട് വേണ്ട, അവരോട് പറയാ, നിങ്ങൾക്കിടയിലും ഞങ്ങൾക്കിടയിൽ ഇലാഹുനാ വ ഇലാഹു വാഹിദ്, നിങ്ങളുടെ നാഥനും ഞങ്ങളുടെ നാഥനും ഏകാരാധ്യനാണ് എന്നവരോട് പറയുക. ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അവരോട് പറയുക. ഖുർആനിന്റെ 29-ാം അധ്യായം 46-ാമത്തെ വചനമാണ്. തീർന്നില്ല. അതാ വിശുദ്ധ ഖുർആൻ പറയാൻ നബിയെ പറയുക, എന്ത് പറയാ? ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ്, കണ്ടോ? ഖുൽ ഹാദിഹി സബീലി, ഇതാകുന്നു എന്റെ മാർഗം, അദൂ ഇലല്ലാഹ്, ഞാൻ നിങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയാണ്, ഞാനും എന്നിൽ വിശ്വസിച്ചവരും അല്ലാഹുവിന്റെ ഏകത്വത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഇതാ നിങ്ങളുടെ ആകാശമേലാം നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് ഭൂമിയെ സംവിധാനിച്ചു വന്ന സംവിധായകനെ നിങ്ങൾ കാണുന്നില്ലേ? ലോകത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത നാഥനെ നിങ്ങൾ കാണുന്നില്ലേ? യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ അശംസ വൽ ഖമർ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മാ. വല്ലാത്ത വാക്കുകൾ. വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 13-14 വചനങ്ങളിലൂടെ വലിയൊരാശയം അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയെ പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് നോക്കാം. വിശുദ്ധ ഖുർആൻ ഓരോ ഘട്ടത്തിലും വിശദീകരിക്കുന്ന അനവധി ആയത്തുകളിലൂടെ നാം കടന്നുപോയാൽ ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ലാഹുവിന്റെ ഗ്രന്ഥത്താളുകളിൽ മാനവതയെ ക്ഷണിച്ചുകൊണ്ടവൻ പറഞ്ഞ വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. യൂലിജുൽ ലൈല ഫിന്നഹാർ,
നോക്കണേ, യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫില്ലൈൽ വസഖറ ശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്ക് വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി മാ യംലികൂന മിൻ ഖിത്മീർ വല്ലാത്ത വാക്കുകളാൽ ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും വലൗ സമയു മുസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും. രണ്ട് വാക്കുകൾ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഏത് മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. ഖുർആനിലെ 35 അധ്യായം 13-14 വാചകങ്ങളാണ്. എന്താ അതിന്റെ അർത്ഥം? രാവിലെ അവൻ പകലിൽ പ്രവേശിപ്പിക്കുന്നു, തീർന്നില്ല, പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും അവൻ തന്റെ നിയമത്തിന് വിധേയമാക്കുകയും അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തരികയും ചെയ്തിരിക്കുന്നു. അവയോരോന്നും ഒരു നിശ്ചിത പരിധിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യനെ സംവിധാനിച്ചവൻ പടച്ചവൻ. ഇങ്ങനെ ഒരാശയം ഏത് മതസമൂഹത്തിലുണ്ട്? ഗുരുവായൂരപ്പൻ സൂര്യനെ സൃഷ്ടിച്ചവനാണോ? വേളങ്കന്റെ മാതാവ് സൂര്യനെ സൃഷ്ടിച്ചവരാണോ? ആണോ? ഉള്ളാളന്തങ്ങൾ ആകാശഭൂമികളെ സംവിധാനിച്ചവനാണോ? അല്ല. രാവിനെ നിയന്ത്രിക്കുന്ന ശ്രീരാമനുണ്ടോ? പകലിനെ നിയന്ത്രിക്കുന്ന ശ്രീകൃഷ്ണനുണ്ടോ? ആരുമില്ല. ആരുമില്ല. ഈസാ നബിയുണ്ടോ? ഇല്ല. മുഹമ്മദ് നബിയുണ്ടോ? ഇല്ല. അവർക്കാർക്കെങ്കിലും അതിന് പങ്കുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ തിരോധാനത്തിന് ശേഷം ഈ ലോകം എങ്ങനെ നിലനിന്നു? യേശുക്രിസ്തുവിന് വെള്ളിയാഴ്ച കുരിശിലേറ്റി ഞായറാഴ്ച വരെ കുരിശിൽ കിടന്ന് മരണം ഉറപ്പുവരുത്തിയ ക്രൈസ്തവ വാദപ്രകാരം വെള്ളിയാഴ്ച കുരിശിലേറി ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ആകാശം നിശ്ചലമായോ ഭൂമി നിശ്ചലമായോ ഏതെങ്കിലും ഒരു പ്രവർത്തനം നിന്നുപോയോ? ഇല്ല. എന്തിനധികം ഇന്ത്യയിലെ പുട്ടപ്പർത്തിയിലെ സായിബാബ മരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഈച്ചക്ക് പോലും നിലനിൽക്കാനാവാത്ത അവസ്ഥ സംജാതമായോ? ലമ്യക്കുലുക്കൂതുബാബ. വല്ലാത്തൊരു ചോദ്യമല്ലേ അത്? ലമ്യക്കുലുക്കൂതുബാബ. ഒരു ഈച്ചയെങ്കിലും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേട്ടോളൂ നിങ്ങൾ. യാ അയ്യുഹന്നാസു ളുരിബ മസലുൻ ഫസ്തമിഊ ലഹു. വല്ലാത്ത വാക്കുകൾ. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലം യഖ്ലുഖൂ ദുബാബ. വല്ലാത്ത വാക്കുകളാണ്. മനുഷ്യരെ കണ്ടോ, മുസ്ലിങ്ങളെ എന്നല്ല, മനുഷ്യരെ നിങ്ങൾക്കിതാ ഒരു ഉദാഹരണം വിവരിക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. തീർച്ചയായും അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുഴുവൻ ആളുകളുമുണ്ടല്ലോ. ഏതേത് ദേവിയും ഏതേത് ദേവനും ഏതേത് ദീവിയും ഏതേത് വലിയും ഏതേത് അമ്മയും ഉണ്ടല്ലോ. അവര് വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് തീർച്ചയായും അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഒരു ഈച്ചയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വല്ലാത്തൊരു ചോദ്യമല്ലേ? മനസ്സിന്റെ അന്തരാളങ്ങളിലേക്ക് അഗാധമായി സ്വാധീനിക്കുന്ന അപാരമായ പ്രയോഗമല്ലേ? തീർന്നുവോ? വിശുദ്ധ ഖുർആൻ നേരത്തെ ഓതിയ വചനത്തിൽ ഇത് സൂറത്ത് ഹജ്ജ് 73-ാമത്തെ വചനമാണ്. 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 73-ാമത്തെ വചനമാണ്. സഹോദരങ്ങളെ, ഒരു ഈച്ചയെ പോലും ശ്രീരാമൻ സൃഷ്ടിച്ചിട്ട് ഉണ്ട് എന്നൊരൊറ്റ ഹൈന്ദവനും വാദമില്ല. യേശുക്രിസ്തു സൃഷ്ടിച്ച ഇതാ ഒരു പശു ഇതാ എന്ന് പറയാൻ ഒരു ജീവവർഗത്തെയും അവരാരും സൃഷ്ടിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ച ഒരു വസ്തുവും ലോകത്തില്ല. ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി സൃഷ്ടിച്ച ഒരു വസ്തുവും ലോകത്തില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവാണ് സൃഷ്ടാവ്, അല്ലാഹുവാണ് ഖാലിഖ്, അവനെയാണ് ആരാധിക്കേണ്ടത്. ഇത് വ്യക്തമായ ഒരു ആശയമാണ്. ഇത് ആർക്കും എതിരല്ല. ഇതൊരു പുതിയ വാദമല്ല. ഇത് ഇന്നലകളിൽ അവതരിപ്പിക്കപ്പെട്ടൊരു വാദമല്ല. ഇത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വാദമല്ല. ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാദമല്ല. ഇത് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ വാദമല്ല. ഇത് ബക്കർ മൗലവിയുടെ, കെ മൗലവിയുടെ, MCCയുടെ, ഉമർ മൗലവിയുടെ, അലവി മൗലവിയുടെ, അലവി മൗലവിയുടെ വാദമല്ല. ഇത് സയ്യിദ് മൗലവി രണ്ടത്താനയുടെയോ അല്ലെങ്കിൽ ഈ വൈദ് മൗലവിയുടെയോ അബ്ദുറഹ്മാൻ സാഹിബിന്റെയോ ഒന്നും വാദമല്ല. ഇത് പടച്ചതമ്പുരാൻ, ലോകത്തിന്റെ അധിപതി, പരമകാരുണികൻ, ലോകത്തിന്റെ നിയന്താവ്, അതുപോലെ തന്നെ വിചാരണ നാളിന്റെ ഉടമസ്ഥൻ, ആ മാലിക് യൗമിദ്ദീൻ, അവൻ അവതരിപ്പിച്ച ആശയങ്ങളാണ്. തീർന്നില്ല. ആയത്തുകൾ ശരിക്കും കേട്ടു നോക്കിയേ, ആയത്തുകൾ ശരിക്കും കേട്ടു നോക്കിയേ. അങ്ങനെയുള്ളവനാകുന്ന നിങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു. എങ്ങനെയുള്ളവൻ? ഈ യോഗ്യത നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന മനുഷ്യകുലമേ, നിങ്ങൾ ആരാധിക്കുന്ന ആർക്കെങ്കിലും ഈ യോഗ്യത ഉണ്ടോ? ഏത് യോഗ്യത? രാവിലെ നിയന്ത്രിക്കുക, പകലിനെ കൺട്രോൾ ചെയ്യുക. ഈ ഒരവസ്ഥയുണ്ടോ? ചിങ്ങമാസത്തിലെ ഒരർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. യാതൊരു സംശയമില്ല. ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രി. അപ്പൊ ആ രാത്രിയെ അർദ്ധരാത്രിയിലേക്ക് പ്രയാണം ചെയ്യിപ്പിച്ച ശക്തിയാര?
അന്ന് ശ്രീകൃഷ്ണൻ ജനിച്ചിട്ട് പോലുമില്ല. അതാരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളാഴ്ച പ്രഭാതത്തിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ റബീഉൽ അവ്വൽ 8 തിങ്കളാഴ്ച എന്നാണ് സമസ്തക്കാരുടെ വാദം. എന്റെ വാദമല്ല. റബീഉൽ അവ്വൽ 8 തിങ്കളാഴ്ച. കാരണം അറബി മാസത്തിൽ റബീഉൽ അവ്വൽ 8 തിങ്കളാഴ്ച, റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച. പഠിക്കേണ്ട ഒരു വിഷയമാണ്, വിവാദമൊന്നുമല്ല. നാളെ ക്ലിപ്പിംഗ് ആക്കേണ്ട, പഠിച്ചിട്ട് പറഞ്ഞാൽ ഞാനാവാൻ. മനസ്സിലായില്ലേ? റബീഉൽ അവ്വൽ 8 തിങ്കളാഴ്ചയാണ് മുഹമ്മദ് നബി ജനിച്ചതെന്നാണ് എല്ലാ ഹദീസ് പണ്ഡിതന്മാരും പറയും, എല്ലാ ചരിത്രകാരന്മാരും പറയുന്നത്. സുന്നികളുടെ പ്രസിദ്ധീകരണത്തിലുമുള്ളത് അതാ. കാരണം 8 തിങ്കളാഴ്ച, 12 വെള്ളിയാഴ്ച. നബി ജനിച്ച തിങ്കളാഴ്ച എന്നുള്ളതിൽ ആർക്കും എതിരെ അഭിപ്രായമല്ല. ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെ 12 വെള്ളിയാഴ്ച ഉള്ളത് എങ്ങനെ തിങ്കളാഴ്ച? റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച, റബീഉൽ അവ്വൽ 8 തിങ്കളാഴ്ച. അതൊരു പഠിക്കേണ്ട പുതിയ വിഷയമല്ല. പക്ഷെ പുതുതായിട്ട് കേൾക്കുക നിങ്ങൾക്ക് തോന്നും, പഠിച്ചാൽ നിങ്ങൾക്ക് തോന്നില്ല. പഠിക്കാത്തതാണ് എല്ലാ കുഴപ്പം. മനസ്സിലായോ? അറിവ് ഒരു കാര്യം അറിവാന്നറിയണമെങ്കിൽ അതിനെങ്കിലും മിനിമം അറിവ് വേണം. നമ്മൾ പറയുന്ന ഒരു കാര്യം ഇന്ന് വളരെ വ്യക്തമായ ഒരു പോയിന്റ് പറഞ്ഞപ്പോ അശ്വനി പറയാൻ പോയത്തവല്ലേ മൗലവി പറഞ്ഞത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത് നബിതങ്ങൾ ചെയ്തത് തന്നെയാണെന്നതിന് പിന്നെ നബിതങ്ങൾ ചെയ്തത് തെളിയിക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പോയത്തമാണ്. ഒരു കാര്യം ഇൽമാണെന്ന് അറിയണം, ഒരു ഇൽമു വേണ്ടേ? മിനിമം ഒരു കാര്യം ഇൽമാണെന്ന് അറിയണമെങ്കിൽ ഒരു ഇൽമു വേണം. അതാണ് ഇത് നല്ലൊരു പോയിന്റാന്ന് അറിയണമെങ്കിൽ അങ്ങനെ ഒരു മനസ്സുണ്ടാവണോ, അങ്ങനെ ഒരു അറിവുണ്ടാവണോ. അതില്ലെങ്കിൽ അത് തിരിയില്ല. ഇത് അറിവാണോ എന്ന് തിരിയാനൊരറിവ് വേണം. അതുകൊണ്ട് സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ യോഗ്യത ആർക്കാണുള്ളത്? ഖുർആൻ പരിചയപ്പെടുത്തി അള്ളാഹു ആരാ? രാത്രിയെ നിയന്ത്രിക്കുന്നവൻ, പകലിനെ നിയന്ത്രിക്കുന്നവൻ, സൂര്യനെ സൃഷ്ടിച്ചവൻ, ചന്ദ്രനെ സൃഷ്ടിച്ചവൻ. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനുണ്ടാക്കി. അപ്പൊ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ സൃഷ്ടിച്ച ആ റബ്ബിലേക്കുള്ള ക്ഷണം ഇതെങ്ങനെ നിരസിക്കാൻ കഴിയും? ഇതെങ്ങനെ നിഷേധിക്കാൻ കഴിയും? ഈ സൃഷ്ടാവിലേക്കുള്ള ക്ഷണത്തെ എങ്ങനെ തള്ളിക്കളയാൻ സാധിക്കും? അതാ എന്നിട്ട് ഖുർആൻ പറയാം, കേട്ടോളൂ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അങ്ങനെയുള്ളവനാണ്, അവനാകുന്നു ആധിപത്യം. അവന് പുറമെ ആരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ വല്ലാത്തൊരു പ്രയോഗമാണത്. ഒരു ഈത്തപ്പന കുരുവിന്റെ മീതെ നേർത്ത ഒരു പാടല്ലേ അല്ലെ? ഏതൊരു ഈത്തപ്പന കുരുവിന്റെ മുകളിലും ഒരു നേർത്ത പാടയില്ലേ? ആ പാട പോലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാനോ സൃഷ്ടിക്കാനോ നിങ്ങൾക്ക് സാധിക്കാത്തവരെ നിങ്ങൾ ആരാധിക്കുകയോ എന്ന ഖുർആനിന്റെ ചോദ്യം മൗലികമാണ് പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയാൻ, നിങ്ങൾ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന പക്ഷം, നിങ്ങൾ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. ഇല്ല, അവർ കേൾക്കുമെന്ന് നിങ്ങൾ സങ്കല്പിച്ചാലും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. വല്ലാത്ത വാക്ക്, വല്ലാത്ത അർത്ഥം. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അവർ കേട്ടാലും നിങ്ങൾക്ക് അവർക്ക് ഉത്തരം നൽകാനാവില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാകട്ടെ നിങ്ങൾ അവരെ പങ്കാളികളാക്കിയതിനെ അവർ നിഷേധിക്കുന്നതാണ്. സൂക്ഷ്മജ്ഞാനമുള്ളവനെ അല്ലാഹുവിനെ പോലെ നിനക്ക് വിവരം തരാൻ ആരുമില്ല എന്ന് ഖബറിലുള്ളവരുടെ സ്ഥിതിവിശേഷം അറിയുന്നത് അല്ലാഹല്ലാതെ വേറൊരാൾക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറാളിയുടെ അവസ്ഥാവിശേഷങ്ങളെ കൃത്യമായി അറിയുന്ന പടച്ചോൻ പറയാൻ, ഖബറാളികളോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല. ഇനി കേൾക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? മസ്തജാബുലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. ഖിയാമത്ത് നാളിലാകട്ടെ അവരോടുള്ള പ്രാർത്ഥനയാകുന്ന ശിർക്കിനെ അവർ നിഷേധിക്കും. ഇവിടെ എന്താ അന്ന് പറഞ്ഞത്? മൊയ്തീൻ ശൈഖിനോടുള്ള പ്രാർത്ഥനയെ ഇബാദത്ത് എന്നാന്ന് പറഞ്ഞ്, അത് ശിർക്കാണ് എന്നാന്ന് പറഞ്ഞ്. മൊയ്തീൻ ശൈഖിനോട് നിങ്ങൾ ചേർന്നാൽ അത് അദ്ദേഹത്തിനുള്ള ഇബാദത്താണ്. ആ ഇബാദത്ത് ശിർക്കാണ്. ആ ശിർക്കിനെ പറ്റി പരലോകത്ത് അവർ നിഷേധിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വ്യക്തമാണ്. ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്കൊക്കെ അറിയാം
സൂര്യൻ അതിനെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ പറയാൻ അതിനെ കൺട്രോൾ ചെയ്യുന്നത് നാമാണ്. ഒരു നിശ്ചിത പദമേഖലകളിലൂടെ അതിന്റെ ഭ്രമണമണ്ഡലത്തിലൂടെ അത് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പടച്ചോൻ. ആരാ സൂര്യനെ കൺട്രോൾ ചെയ്യുന്നത്? ആരാ സൂര്യനെ? ആരാ ചന്ദ്രനെ? എല്ലാം അല്ലാഹുവാണ്. അവന് ആനാദന തീർന്നില്ല. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുണ്ട്, ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി നിങ്ങളുടെ ഗർഭപാത്രത്തിൽ വളർത്തിയവൻ അവനാകുന്നു നിങ്ങളുടെ റബ്ബ്. അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആർക്കായിരുന്നു മനസ്സിലാകാത്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആർക്കായിരുന്നു മനസ്സിലാകാത്തത്? നിന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നെ വളർത്തിയൊരു ശക്തിയില്ലേ, അവനാണ് നിന്റെ ആരാധ്യൻ. അല്ലേ? നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരുപക്ഷേ ഇത്രയേറെ ഖുർആനിക വചനം നിങ്ങൾക്ക് സൗഭാഗ്യമായിട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഖുർആനിന്റെ 23-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വചനമാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഒരു ഇന്ദ്രിയത്തുള്ളി? അത് 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജം അണ്ഡവുമായി കൂടിച്ചേരുകയാണ്. എന്നിട്ടത് സൈക്കോട്ടായി സിദ്ധാന്തമായി അത് മാറുകയാണ്. എന്നിട്ടൊരു ചോര കുടിക്കുന്ന അട്ടയെപ്പോലെ ഗർഭപാത്ര ഭിത്തിയിൽ അള്ളിപ്പിടിച്ചത് വളരാൻ തുടങ്ങുകയാണ്. ആ കുഞ്ഞുണ്ടല്ലോ, അതാരാ ചെയ്തു തരുന്നത്? എന്റെ പ്രിയപ്പെട്ട മാധവ, എന്റെ പ്രിയപ്പെട്ട സുരേന്ദ്ര, കല്യാണി അമ്മയുടെ ഗർഭപാത്രത്തിന്റെ അന്തരാളങ്ങളിൽ ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ആ ശക്തിശുദ്ധിയാണ് അല്ലാഹു അൽ ഇലാഹ്, ആരാധ്യൻ എന്ന് ഞങ്ങൾ പറയുന്നത്. കല്ലില്ല, മുള്ളില്ല, മുരടില്ല, മൂർഖൻ പാമ്പില്ല, കാനിരക്കുട്ടിയില്ല, അതെല്ലാം അവന്റെ സൃഷ്ടിയാണ്. അവൻ സൃഷ്ടാവാണ്. സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. സൃഷ്ടിയും സൃഷ്ടാവും ഒന്നല്ല, സൃഷ്ടിയും സൃഷ്ടാവും രണ്ടാണ്. സൃഷ്ടിയും സൃഷ്ടാവും രണ്ടാണ്. അല്ലാതെ അഹം ബ്രഹ്മാസ്മി സത്വമസി, ഞാനും നീയും ദൈവം എന്ന സങ്കല്പം ഇസ്ലാമിനില്ല. ബ്രഹ്മസത്യം ജഗദ്വിദ്യ ജീവോ ബ്രഹ്മൈവനപരം എന്നത് ശങ്കരാചാര്യരുടെ കേവല പ്രമാണബദ്ധമല്ലാത്ത പരാമർശങ്ങൾ മാത്രമാണ്. നമ്മൾ വേറെ, സൃഷ്ടി വേറെ, സൃഷ്ടാവ് വേറെ. നിങ്ങൾക്കറിയാലോ, ഇന്ന് റോഡരികളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ മദ്യപാനികളായ ഒരുപാട് മനുഷ്യരെ കാണാൻ സാധിക്കും. നമ്മൾ ദൈവവും മനുഷ്യരും ഒന്നാണെങ്കിൽ കള്ളുകുടിയനായ ദൈവം